ഫിലോകാലിയ ദമ്പതികളുടെ വിഷയത്തിൽ കുറച്ചും കൂടി ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞൊരു ദിവസം കൊണ്ട്. ഞാൻ ഈ വിഷയത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും സീനാണെന്ന്. ഓക്കെ, രണ്ടുപേരും അത്യാവശ്യം ഈഗോ, പൈസ സെറ്റിലൊക്കെ ആയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോയുടെ മുകളിലുള്ള അടി ഫൈറ്റും ആ രീതിയിലുള്ളൊരു എന്താ പറയുക പിക്ചറൈസേഷനാണ് നമ്മളിലേക്ക് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് മാരിയോ ഹസ്ബൻഡായിട്ടുള്ള മാരിയോ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിനകത്തും അല്ലെങ്കിൽ മാരിയോ ഇട്ടിട്ടുള്ള വീഡിയോനകത്തൊക്കെ വൈഫ് ജിജിയെ കുറിച്ചിട്ട് അതിഭീകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് പുറത്തറിയാൻ കഴിയുന്നത്. ഓക്കെ, ആദ്യം കാണുന്ന ഒരു പിക്ചർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജിയുടെ തല സെറ്റപ്പ് ബോക്സ് വെച്ച് അടിച്ച് പൊട്ടിച്ച് ഫിലോകാലിയ ചാരിറ്റി ഫൗണ്ടേഷനിൽ നിന്ന് മാറി, അത് ചാരിറ്റിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്ത മാരിയോ ആ കമ്പനിയിലേക്ക് ദേവസ്യ ആൻ്റണി ആൻഡ് അജ്മൽ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരികയും ജിജി എന്ന് പറഞ്ഞ വൈഫിനെ അതിൽ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തു എന്നുള്ള രീതിക്കുള്ള കുറേ ക്ലെയിമുകളാണ് ജിജിയുടെ ഭാഗത്തു നിന്ന് തന്ന വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പം കംപ്ലീറ്റ്ലി ടേബിൾ ടേൺഡ് എന്ന് പറഞ്ഞ പോലെയാണ്, എല്ലാം ഉൾട്ടടിച്ചു. കാരണം മാരിയോ ഇട്ട വീഡിയോനകത്ത് ജിജി ഭയങ്കരമായിട്ടുള്ള മദ്യപാനിയാണ് എന്നും ജിജിയും ജിജിയുടെ ഫാമിലിയും ചെയ്യുന്ന ധൂർത്ത്, ചതി, ചാരിറ്റിയിൽ നിന്ന് വരുന്ന പൈസ എടുത്തിട്ട് അവർ വാങ്ങിക്കൂട്ടുന്ന ബാക്കി സ്ഥലങ്ങൾ, ബിൽഡിങ്ങുകൾ, അങ്ങനെ ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് ഭാര്യയ്ക്കെതിരെ മാരിയോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ ഭർത്താവായിട്ടുള്ള മാരിയോ കണ്ടുപിടിച്ച്, ചതി കണ്ടുപിടിച്ച് അത് എക്സ്പോസ് ചെയ്യും പുറത്തുനിന്നുള്ള അവസ്ഥയായപ്പോഴാണ് ജിജിയുടെ ഫാമിലിയും കൂടി മാരിയോക്കെതിരെ തിരിഞ്ഞത് എന്നും ഈ രീതിയിൽ കേസും കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാരിയോയെ ട്രാപ്പാക്കിയത് എന്നുള്ളൊരു വേർഷനിലേക്കാണ് മാരിയോ കാര്യങ്ങൾ പറഞ്ഞെത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് നമ്മുടെ 1-2 ടോക്സിനകത്ത് ഹൈദർ ഭായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഇവർ ഈ തല പൊട്ടി ഇടിച്ചു പൊട്ടിച്ച സീനും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സെറ്റപ്പ് ബോക്സ് വെച്ച് തല അടിച്ചു പൊട്ടിച്ചു അല്ലെങ്കിൽ ഉപദ്രവമായി എന്നൊക്കെ പറഞ്ഞ സീനുകളൊക്കെ അതിനകത്ത് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഫുള്ള് വെക്കുന്നില്ല. ഇനി അതല്ലാതെ അതിനകത്ത് കാണിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ആ വോയിസ് ക്ലിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 2 പെൺമക്കളാണ്. ഈ 2 പെൺമക്കളിൽ ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പെൺകുട്ടി കൂടുതൽ അച്ഛൻ്റെയും അമ്മയുടെയും വിഷയത്തിൽ ഇടപെട്ട് അത് സോർട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഈ അച്ഛനോടും അമ്മയോടും ആ കുട്ടി സംസാരിക്കുന്ന ഒരു വേർഷനുണ്ട്. അമ്മ പറഞ്ഞ പോലെ അജ്മലിനെ നിങ്ങൾ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി മമ്മയെ നിങ്ങൾ കമ്പനിയിൽ എടുക്കാൻ വേണ്ടി മാരിയോട് മകൾ പറയുമ്പോൾ, മകളെ നീ അങ്ങ് ഇല്ലാതായാലും കുഴപ്പമില്ല, അജ്മലിനെ മാറ്റി നിൻ്റെ അമ്മയെ ഞാൻ കമ്പനിയിൽ എടുക്കില്ല എന്ന് അച്ഛനൊരു അട്ടമൻ സ്റ്റാൻഡ് പിടിക്കുന്നൊരു വോയിസാണത്. ഓക്കെ, സാധാരണ രീതിയിൽ ഭാര്യാഭർത്താക്കന്മാർ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് മക്കളാണ്. ഇവിടെ അത് തന്നെയാണ് പ്രശ്നം, മക്കളാണ് സഫർ ചെയ്യുന്നത്. ഓക്കെ, നാട്ടുകാർക്കൊക്കെ ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഇവരാരും ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെ കയ്യിൽ നിന്നൊക്കെ ഈ ഉപദേശം മേടിച്ചിട്ട് പോകുന്ന ആളുകളും ദയവ് ചെയ്തിട്ട് ഇനി മുതൽ ഇതൊക്കെ മനസ്സിലാക്കുക. കാരണം പലരും ഇതേപോലെ നിങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി നിൽക്കും, ബട്ട് എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ജീവിതം തീരുമാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണം വേണ്ട എന്നുള്ളത് നിങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതലല്ല മൂന്നാമതൊരാൾക്ക്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പേഴ്സണലി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചാലേ ലൈഫ് മുന്നോട്ട് പോകും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം എന്താണെങ്കിലും നമ്മൾ നോക്കുന്നത് ഈ മക്കൾ ഇടപെട്ടിട്ടുള്ള ആ സമയത്ത് ജിജോവും പിന്നെ മാരിയോയും തമ്മിലുള്ള വൈഫും ഹസ്ബൻഡും തമ്മിലുള്ള ടോക്കും കുട്ടി അതിൻ്റെ ഇടനിലയിൽ നിൽക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. This is my male ego. This is male ego. If you touch that, I don't care. Tata, you are not my father. Yes. I will never call you father. Do whatever you want. You call me bastard. I don't care. You call me bastard. I don't care. Don't you dare come in front of my face. I am. You have no right. നീ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചു. I don't care. എന്റെ ഭാഗം കഴിഞ്ഞു. And for this silly thing only you have this ego, no? Appa ego went. Ego in the air. Appa no ego. For you, your ego, your judgment, your mom. You don't want me. Why did you give birth to me? Why did you told all lie in this world? I
your daughter who trusted you blindly in everything. You broke my trust. You failed as a father. നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ വിചാരിച്ചിട്ട് ഈ കാര്യത്തിൽ ഒരു മാറ്റം No, ഈ കാര്യത്തിൽ മാറ്റമല്ല. As a father, you have failed. ഞാൻ And father- yet you are still shamelessly sitting and talking like this. This is also mama's house. പകുതി അമ്മയുടെയും കൂടിയാ. Stay with her. And you must obey the father. Not the father obeys the daughter always. Remember that. ഈ ലൈഫിൽ ഒറ്റൊരു കാര്യം ഞാൻ കെഞ്ചിച്ചു വെച്ചു. No, you ask everything and I give everything. In this matter, no change. That's all. You ask me anything else, I will do now. You are going to get a reward from God. എന്തോ ആയിക്കോട്ടെ, എന്റെ കൊച്ച് ചത്താലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ മിണ്ടിയില്ല. എന്റെ കൊച്ച് മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു. ഇല്ലേ, ആ കുണ്ടൻ ഹോമോസെക്സ് അവനെയാ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇവര് വേണ്ട, നീ ചത്തോ, നിങ്ങൾ 3 പേരും ചത്തോ എന്ന് പറഞ്ഞു. മകള് ഇവിടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും വിഷയം സോർട്ട് ചെയ്യാൻ വേണ്ടി ഇടനിലക്കാരി ഇടപെട്ടതാണ്. പക്ഷെ മകൾക്ക് അത്യാവശ്യം രണ്ടുപേരുടെ ഈഗോ എന്താന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണും. ഒന്നില്ലെങ്കിൽ ഈ കുട്ടി അമ്മ പറയുന്നതിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരുന്നു എന്നുള്ളൊരു വേർഷനിലാണ് ഇവിടെ മാരിയോ സംസാരിക്കുന്നത്. ഓക്കെ, ജിജി പറയുന്നൊരു വേർഷനിൽ അച്ഛനൊരു ഹോമോ ആണ്. സോ അജ്മൽ എന്ന് പറഞ്ഞ ഈ പാർട്ട്ണർ കുണ്ടനാണ് എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടതാണ് വേറൊരാളുടെ വീട്ടിൽ, അതായത് ഈ ഫിലാക്കാലിയോ പ്രൈവറ്റ് ഫൗണ്ടേഷനായിട്ട് കമ്പനിയായിട്ട് ഇവർ രജിസ്റ്റർ ചെയ്ത സമയത്ത് ദേവസ്യ ആൻ്റണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറെ കൂടി മാരിയോ വെച്ചിട്ടുണ്ടായിരുന്നു അജ്മലിൻ്റെ കൂട്ടത്തിൽ. സോ ആ പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലേക്കും കൂടി കയറി ചെന്നവർ സംസാരിച്ച സമയത്ത് ഈ മാരിയോ ഓൾറെഡി മുസ്ലിം കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ ആണ്. സോ അതിൻ്റെ ബേസിസിലാണ് തോന്നുന്നു ജിജി പറയുന്നു ഇതിൽ വരുന്ന ഫണ്ട്, ഇത് ഉപയോഗിക്കുന്ന രീതി, ഒരു തീവ്രവാദ ആസ്പെക്റ്റ്, ആ ലൈനൊക്കെയാണ് ഇതിനകത്ത്. ഇപ്പം പുതിയൊരു സാധനം കൂടി ഈ ഒരു വോയിസിന് ആഡ് ആവുന്നത്. കാരണം ഇത് കൊട്ടി ആഘോഷിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താവ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അവർ പുറത്ത് കാണിച്ച റിയാലിറ്റി എന്നുള്ള സാധനത്തിന് ഉപരി ആളുകൾ ഈ സാധനം കൊണ്ടുവരുന്നതിൻ്റെ വേറൊരു എന്താ പറയുക വർഗീയത ആംഗിൾ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്ക് കൂടി ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് എന്താണെങ്കിലും പുറത്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മകൾ ഇടപെടാൻ നോക്കി, നടന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, 2 പേർക്കും വാശിയാണ്, അമ്മയ്ക്കും വാശിയാണ്, അച്ഛനും വാശിയാണ്. ഓക്കെ, ഈ വാശിയൊക്കെ എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. നാട്ടുകാരുടെ പൈസേൻ്റെ മുകളിൽ നിന്ന്. എൻഡ് ഓഫ് ദ ഡേ ഞാൻ അത് ആലോചിക്കുന്നത്, ഇതൊക്കെ വരുന്നത് എവിടുന്നാ? നാട്ടുകാരുടെ പൈസേൻ്റെ മുകളിൽ നിന്നല്ലേ. ചാരിറ്റി മീൻസ് വാട്ട്? നാട്ടുകാരുടെ പൈസ എടുത്തിട്ടാണ് ഇവർ ചാരിറ്റി ചെയ്യുന്നത്, വീട് വെച്ച് കൊടുക്കുന്നത്, ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് എത്ര രൂപേൻ്റെ ചാരിറ്റിയാണ്? കോടിക്കണക്കിന്. ഇതിനൊന്നൊരു ഓഡിറ്റില്ലടെ എവിടെയും ഞാൻ ആലോചിച്ച് നോക്കിയത്. എന്താണെങ്കിലും ഈ പറഞ്ഞ ദേവസിയും അല്ലെങ്കിൽ അജ്മലും ഒക്കെ ഡയറക്ടറായിട്ട് ഫിലോക്കാലിയോ എന്താ പറയുക NGO ഓർഗനൈസേഷനിൽ നിന്ന് മാറി പ്രൈവറ്റ് ലിമിറ്റഡ് ആയപ്പോൾ വന്ന വിഷയം എന്നുള്ളതിനുപരി ജിജി എന്ന് പറഞ്ഞ മാരിയോയുടെ വൈഫും 2 കുട്ടികളുടെ അമ്മ ആൻഡ് അവരുടെ വേറൊരു എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ്, പിന്നെ അവരും അവരുടെ ഫാമിലിയും കൂടി ഇതിനകത്തുണ്ടാക്കിയ സ്കാം, ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാരിയോയുടെ തലയിലേക്ക് ഈ പറഞ്ഞ ബ്ലെയിം ഇടുന്നതെന്നുള്ളതിൻ്റെ വേർഷനായിട്ടാണ് മാരിയോ രംഗത്തെത്തിയിട്ടുള്ളത്. ആൻഡ് മാരിയോ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇന്നലെ വരെ ഓക്കെ ചേടാ ഇതെന്ത് ഭർത്താവ് എന്ന് ചിന്തിച്ചവർ ഇവളെന്ത് ഭാര്യ എന്ന് മാറി ചിന്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മാരിയോ പറയുന്നത്. മാരിയോ ജോസഫ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ ടിവിയുടെ സെറ്റാപ്പ് ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും 2-3 ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയമാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആ താമസിച്ചതും വഴക്കുണ്ടായതുമായ വീട്ടിൽ TV ഇന്നുവരെ വാങ്ങിയിട്ടില്ല, അവിടെ TV ഇല്ല, അവിടെ അങ്ങനെ ഒരു സെറ്റാപ്പ് ബോക്സും ഇല്ല. എൻ്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് ജന്മനാ പേര് അജ്മൽ എന്നാണ്, പക്ഷെ മാമോദിസ മുങ്ങിയ പേരെന്ന് പറഞ്ഞ സാംസൺ. ഇത് സാംസൺ. അജ്മൽ എന്ന പേര് കേൾക്കുമ്പോൾ അയ്യോ അജ്മൽ കസബോ തീവ്രവാദിയൊന്നും ചിന്തിക്കട്ടെ, ഇത് അജു എന്ന് എല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കും. അജു 2018 ഞാൻ നടത്തുന്ന ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ്, മാമോദിസ മുങ്ങിയതാണ്. ആളുടെ ഭാര്യയും മാമോദിസ മുങ്ങിയതാണ്. മാമോദിസ പേര് എന്താ ഭാര്യയുടെ? എസ്തർ. കൊച്ചും മാമോദിസ മുങ്ങിയതാണ്. ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂര് ഇടവകയിലെ നല്ല
ക്രിസ്ത്യാനികളാണ്, സഭാത്മക ജീവിതം നയിക്കുന്നവരുമാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളാണ്. ഈ അജ്മൽ എന്ന പേര് കേട്ടിട്ട് ആദ്യം ഇതിൽ വർഗീയത തീവ്രതയൊക്കെ പറഞ്ഞ കുറേ ആളുകളപ്പോൾ മൂഞ്ചി പോയിട്ട് കാണും. കാരണം ഇത് കൺവേർട്ട് ആയാലും പള്ളിയും പട്ടക്കാരും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ്, മനസ്സിലായ? അപ്പോൾ എന്താണെങ്കിലും ഇതാണ് അജ്മൽ. ഈ അജ്മലും മാരിയും തമ്മിലാണ് ബന്ധമെന്നാണ് കഴിഞ്ഞ വോയിസിൽ ജിജി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ മാരിയോ അജ്മൽ അവർ കഴിഞ്ഞിരിക്കുന്ന ലേഡി, അതിനപ്പുറത്തിരിക്കുന്ന ആളുകളാണ് അടുത്ത കഥാപാത്രങ്ങൾ. അതായത് ദേവസ ആൻ്റണി ആൻഡ് അവരുടെ വൈഫ്. ഇവരാണ് 15 ലക്ഷം രൂപ ആദ്യം ഫിലാക്കാലിയോ നടത്താൻ വേണ്ടിയിട്ട് തുടക്ക സമയത്ത് ഇവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു ബേസായിട്ട് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ 2 വ്യക്തികൾ ഇവരാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടി ഇതിനകത്ത്. ഇതുവരെ ഈ അജ്മൽ ആരാ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമായി പിന്നെ ക്രിസ്ത്യനായ ഒരാളാണ് മാരി. അപ്പോൾ അജ്മൽ എന്ന് പറഞ്ഞാൽ എഗെയിൻ വേറൊരു മുസ്ലിമിനെ കൊണ്ടുവന്ന് പാർട്ട്ണറാക്കി എന്നുള്ള ആംഗിളിൽ ചിന്തിക്കുന്നവർക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. അപ്പോൾ ഓക്കെ, ഇവരൊക്കെ കൺവേർട്ടഡ് ആണ്. ഫൈൻ, ഇനി അടുത്ത് കേൾക്കാം. അജു ഡ്രൈവറായി വന്നതുകൊണ്ട് 2018 മുതൽ എൻ്റെ ഇൻ ആൻഡ് ഔട്ട്, അതായത് എൻ്റെ രാവും പകലും ഒന്നിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. 2023 ആയപ്പോഴേക്കും ഞാനൊരു തീരുമാനം എടുത്തു, ഇങ്ങനെ പോയാൽ പറ്റൂല, ഇവർ ഒരുപാട് മോഷ്ടിക്കുന്നത് പിന്നെ പറയാം, എന്തൊക്കെ മോഷ്ടിച്ചു എന്നുള്ളത് പറയാം. തടുക്കണമെങ്കിൽ കുടുംബത്തിന്റെ ആധിക്യത്തിൽ നിന്നും ട്രസ്റ്റിനെ മോചിപ്പിക്കണം. അതിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് പകരം സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷനിൽ NGO കമ്പനി ആക്ടിൽ ചെയ്യണം. 1 രൂപ തൊട്ട് കളിക്കാൻ ആർക്കും പറ്റില്ല. ഓൺ ദ സ്പോട്ടിൽ സൈറ്റിൽ എന്തായി പോകും, കമൻസിങ് നടക്കാതായി പോകും, അതിന് കംപ്ലയിൻസ് ആകും, സംഭവം പ്രശ്നം. ഇതേ നടക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴേക്കും ജിജി ഭയങ്കര ബഹളം, പുറത്തുനിന്ന് ഒരാളെ എടുക്കാൻ. ഞാൻ അജ്മലിന്റെ മാഷിന്റെ പേര് തലകുത്തനെ പറഞ്ഞു. അവസാനം അങ്ങനെ രജിസ്റ്റർ ചെയ്തത് ജിജി, ഞാൻ, അവളുടെ അമ്മ. വീണ്ടും നോക്ക്, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. 1 വർഷം ഞാൻ ഈ NGO ആക്റ്റീവ് ആക്കാതെ മരവിപ്പിച്ചിട്ടു. കാരണം ആക്റ്റീവ് ആക്കിയിട്ട് കാര്യമില്ല, കുടുംബം തന്നെയാണ് വീണ്ടും കൈയിട്ട് വരും. അവസാനം 1 വർഷം കഴിഞ്ഞ് അത് കമന്റ് ചെയ്യാൻ ടൈമായപ്പോൾ വക്കീൽ പറഞ്ഞു, എന്നാൽ ഇത് വൈൻഡപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ 3 പേരും രാജി അപ്ലോഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ വക്കീൽ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നുള്ള പേര് ഒരിക്കലും കിട്ടൂല, അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും, അവരുടെ രാജി സ്വീകരിച്ച് അവരെ പുറത്താക്കിയിട്ട് താങ്കൾക്ക് വിശ്വാസമുള്ള 2 പേരെ എടുക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അജ്മലിനെ പറഞ്ഞു പറ്റിച്ചതാണ് ട്രസ്റ്റിലെടുക്കാന്ന്, മാഷിനെ പറഞ്ഞു പറ്റിച്ചതാണ്, 15 ലക്ഷം രൂപയും മേടിച്ചാണ് ഞാൻ തിരിച്ചടക്കേണ്ടതെന്നാണ്. ഇവരുടെ പേര് കൊടുത്തു, അത് രജിസ്റ്റർ ചെയ്തു. അന്ന് തുടങ്ങി ജിജിയും ഞാനും തമ്മിലുള്ള മൂർച്ചയേറിയ വഴക്ക്. കഴിഞ്ഞ ഈസ്റ്റർ സമയം, ഇതാണ് പ്രധാന പോയിന്റ് ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ സമയം ഞാനൊരു കാര്യം അറിയാണ്. എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് 4000-ലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 9 ബെഡ്റൂം ഉണ്ട്, 9നും അറ്റാച്ച്ഡ് ബാത്റൂമാണ്, 2 നിലയിലും വലിയ ഹാളുണ്ട്, 2 വലിയ കിച്ചൺ ഉണ്ട്. അത് നാഷണൽ ഹൈവേ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, ഇതിനേക്കാൾ ഉപരി എയർപോർട്ട് 10-15 കിലോമീറ്റർ ഉണ്ട്. എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എൻ്റെ കാഴ്ചപ്പാടിൽ 1.5 കോടി 2 കോടി രൂപ. ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേരിലാണ്. സ്വന്തം അനുജൻ, ഒറ്റ അനിയനുള്ളൂ സജോയ്. അവൻ കുവൈറ്റിലാണ്. അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് റിങ്കു. ഞാൻ ഫോട്ടോ ഇട്ടേക്കാം, നിങ്ങളെല്ലാം ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്ന ആളാണ്. ആൾക്കും ശമ്പളത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, വെറുതെ വന്നിട്ടൊന്നുമല്ല കേട്ടോ. ഇവരെല്ലാം അങ്ങനെയാണ്. എന്തോ ആവട്ടെ, സംഭവിച്ചത് ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു, നീ അല്ലേ കാശ് മുടക്കിയത്? എങ്ങനെ അവൾ കാശ് മുടക്കിയെന്നുള്ളത് എൻ്റെ വേദന പറയാണ്, സോറി കേട്ടോ. ഈ വയനാട്ടിലെ പ്രൊജക്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ, അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി. അപ്പൊ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ഇടാൻ പറ്റില്ല, കാരണം ഇതിന് FCRA ലൈസൻസ് ഇല്ല. അങ്ങനെ പെട്ട കുറെ കുടുംബങ്ങൾ മാരിയോ ബ്രദറിന്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുത്തു. എത്ര രൂപ വന്നെന്നോ ആര് കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ എനിക്കൊരു ഇൻഫർമേഷനും ഇല്ല. മാനേജിങ് ട്രസ്റ്റിയാണ്, ഈ കുടുംബക്കാർ തീരുമാനിക്കും. മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി. അപ്പൻ്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, അത് റിങ്കുവിൻ്റെ അക്കൗണ്ട്. ഇങ്ങനെ ഇവൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്തിന് കാശ് സ്വീകരിച്ചു. മാരി പറഞ്ഞതിലെ മെയിൻ പോയിന്റ്സ് ഇവിടെയാണ് കിടക്കുന്നത്. ആദ്യം ഫിലാക്കാലിയോ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ സമയത്ത് അതിന് ഒരുപാട് പേർക്ക് ചാരിറ്റി ചെയ്യണം എന്നുള്ള തോട്ടൊക്കെ വന്ന് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാരിയോടെ ഡ്രൈവറായിട്ടൊപ്പം കൂടിയ ആളാണ് അജ്മൽ. ഇതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫിലാക്കാലിയോ ഫൗണ്ടേഷൻ്റെ തുടക്കകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് ഈ പറഞ്ഞ ദേവസ്യ എന്ന് പറഞ്ഞുള്ള വ്യക്തി 15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത സമയത്ത് ഈ പൈസയൊക്കെ മറ്റേ എന്താ പറയുക, ഏതെങ്കിലും കാലത്ത് തിരിച്ചു തരാം, അല്ലെങ്കിൽ അങ്ങനെ കുറേ വാഗ്ദാനത്തിൻ്റെ മുകളിലൊക്കെ കൊടുത്തിട്ടുള്ള സാധനങ്ങളാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇവരുടെയൊക്കെ എഫേർട്ടും ഇതിനകത്ത് ഒരുപാടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഫിലാക്കാലിയോ വലുതായി, ഫണ്ട് വരാൻ തുടങ്ങി, നാട്ടുകാർ കൈയഴിഞ്ഞ് ചാരിറ്റി നമ്പി സഹായിക്കാൻ തുടങ്ങി. അങ്ങനത്തെ സീനൊക്കെ ആയ സമയത്ത്
ഇത് രജിസ്റ്റർ ചെയ്ത ടൈമിൽ, ഓക്കെ, NGO ആയിട്ട് ഈ സാധനം ഒന്ന് രജിസ്റ്റർ ചെയ്യണം, NGO ആയിട്ടല്ല, ചാരിറ്റി സംഗതിയായിട്ട് രജിസ്റ്റർ ചെയ്ത സമയത്ത് അതിനകത്ത് ജിജിൻ്റെ അമ്മ മാരിയോ പറഞ്ഞിരുന്നു ഇത്ര കാലം കൂടെ നിന്ന് ഇതിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ച അജ്മലിനെയും ദേവസിയെയും ഒപ്പം കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടിയില്ല. അതപ്പോഴത്തേക്കും അവരവരുടെ എന്താ പറയുക കൂട്ട് കൃഷിയാക്കി വീട്ടുകാർക്ക് മാത്രമുള്ള ഞാൻ അപ്പം തമ്പുരാൻ സുഭദ്ര ട്രസ്റ്റാക്കി മാറ്റിയ സാധനം. അങ്ങനെ ചതിച്ച് വിട്ടതാണ് അജ്മലിനെയും ദേവസക്കുട്ടീനെയും അന്ന്. ഓക്കെ, ഒരാൾക്ക് 15 ലക്ഷം കൊടുത്തില്ല, ഒരാളുടെ എഫേർട്ടിന് വാല്യൂവും കൊടുത്തില്ല. അന്ന് മുതൽ ഇവരെ ചതിച്ചതിൻ്റെ ഒരു വിഷമം മനസ്സിൽ കൊണ്ട് നടക്കുന്ന മാരിയോ, അതാണ് മാരിയോയുടെ വേർഷൻ. ആ മാരിയോ അറിയാൻ തുടങ്ങുകയാണ് ഭാര്യ ജിജിയും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് നാട്ടുകാർ അയക്കുന്ന പൈസ നക്കി ഊമ്പിച്ച് നടക്കുകയാണ് എന്നുള്ളത്. പണമാണ് വലുത്, പണം കൊണ്ട് ഇവർ നാട്ടുകാർ ഈ പറഞ്ഞ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന സഹായമായിട്ട് കൊടുക്കുന്ന പണം മൊത്തത്തിൽ, അതും പ്രവാസികളായിട്ടുള്ള വ്യക്തികളൊക്കെ കൊടുക്കുന്ന പൈസ മൊത്തത്തിലെടുത്തിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്നു, സ്വത്ത് വകകൾ വാങ്ങിക്കൂട്ടുന്നു, ട്രസ്റ്റിൽ നിന്ന് പൈസ ട്രസ്റ്റിലേക്ക് വരാതെ ബൈപ്പാസ് ചെയ്ത് ഇവരുടെയൊക്കെ പേഴ്സണൽ അക്കൗണ്ടുകളിൽ വാങ്ങുന്നു. അതിനെ തുടർന്ന് ED അടക്കമുള്ള അന്വേഷണങ്ങൾ വരുന്നു. അങ്ങനത്തെ പല സാഹചര്യങ്ങളും വന്ന സമയത്ത് ഇത് തിരിച്ചറിഞ്ഞ മാരിയോ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇത് ബ്രേക്ക് ചെയ്യാൻ, ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ബോർഡ് ബ്രേക്ക് ചെയ്യാനും പുതിയ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കിയിട്ട് വേറെ ഫിലാക്കാലിയോ രജിസ്റ്റർ ചെയ്യാനും NGO മൊത്തത്തിൽ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനം എടുത്ത സമയത്താണ് ഇവരെ ഇന്ന് രാജി ആവശ്യപ്പെടുന്നത്, അമ്മയോടും മകളോടും, അതായത് വൈഫിനോടും വൈഫിൻ്റെ ഭാര്യയോടും വൈഫിൻ്റെ അമ്മയോടും. അങ്ങനെ അവർ രാജി തരുന്ന സമയത്ത് അവർ എങ്ങനെയാണോ വൈഫിൻ്റെ ഫാമിലി ആദ്യം അജ്മലിനെയും ദേവസക്കുട്ടിയെയും ചതിച്ചത്, അതുപോലൊരു ചതി മാരിയോ തിരിച്ചിട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? ഇവരെ അന്ന് കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങളെയും ഇത് ട്രസ്റ്റിലേക്ക് എടുക്കാന്നുള്ളത്. അത് മാരിയോ എന്ത് ചെയ്തു, ഇവർ തിരിച്ച് ഭാര്യൻ്റെ അമ്മേനെയും ഒഴുകി ഇവരെ ട്രസ്റ്റിലേക്ക് എടുത്തു. ഇതാണ് മാരിയോയുടെ വേർഷൻ. ഓക്കെ, 15 ലക്ഷം രൂപ ദേവസക്കുട്ടിയുടെ നിന്ന് മേടിച്ചത് പല കാരണങ്ങളും പറഞ്ഞ് ജിജി കൊടുത്തില്ല എന്നും, എന്നാൽ അത് മാരിയോ റിട്ടേൺ ചെയ്തു എന്നും കൂടി ഈ വീഡിയോനകത്ത് പറയുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ജിജിക്ക് അതേ കമ്പനിയിൽ വേറൊരു പയ്യനുമായിട്ടുള്ളൊരു സെറ്റപ്പും ഓൾഡ് കാമുകനായിട്ടുള്ളൊരു ബന്ധവും പരിപാടി അങ്ങനെ പോവുകയാണ്. മദ്യപാനം, അഡിക്ഷൻ, ഇതേപോലെ ഇവരുടെ വീട്ടിൽ വന്ന് കച്ചറുണ്ടാക്കി നമ്മൾ ആദ്യം കണ്ട വിഷ്വലൊക്കെ അവർ തന്നെ ഫാമിലി ആയിട്ട് വന്ന് ഡോറിൻ്റെ മുകളിൽ അടിച്ച് പൊട്ടിച്ചതിന് ശേഷം അത് മാരിയോ തല്ലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അധോലോക സെറ്റപ്പിലേക്ക് ഭാര്യയുടെ ഫാമിലിയും മാറുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ മാരിയോ വളരെ ബുദ്ധിപൂർവ്വം അവരെ ഒഴിവാക്കുകയും അതിനുശേഷം ആദ്യം മുതൽ ഫിലാക്കാലിയോയിൽ വളരെ എന്താ പറയുക സുതാര്യമായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തികളെ അവിടെ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ആദ്യം ഈ പരിപാടികളൊക്കെ കാണിച്ചത് എന്നും അതിൻ്റെ പേരിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടായത് എന്നൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പൊ മാരിയോ സ്വീകരിച്ചില്ലെന്ന് ചോദ്യം വരും. ഞാനും സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നെങ്കിൽ ട്രസ്റ്റിൽ നേരെ ഇട്ടു, അല്ലെങ്കിൽ അത് നേരെ എടുത്തിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്തു. അതിന്റെ തെളിവ് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2024 ED നേരിട്ട് എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് എറണാകുളം വിളിപ്പിച്ച് എൻ്റെ മുഴുവൻ അക്കൗണ്ടും പരിശോധിച്ച് അതിന്റെ തെളിവുകൾ മുഴുവൻ കൊടുത്ത് ക്ലിയർ ചെയ്താണ് നെഞ്ചു വിരിച്ചിരുന്ന് കയ്യും തുറന്നിരുന്നിട്ട് എനിക്കിത് പറയാൻ പറ്റുന്നത്. അവളിങ്ങനെ ആ കാശ് ഉപയോഗിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1 കോടിയുടെ മേളിൽ ബിൽഡിങ്ങിനുണ്ട്, ഒരു 50 ലക്ഷം ബ്ലാക്കിൽ പോയി കാണും, ഒരു 10, 30, 40 ലക്ഷം അതിന്റെ ഫെയർ വാല്യൂ അങ്ങനെ എന്തോ കാണിച്ചിട്ട് സ്ഥലക്കച്ചവടത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ നടക്കാറ്, നിങ്ങൾക്കറിയാം. ഇനി അവൾ ചെയ്ത് വേറൊരു ക്രൂരത, ഇതും അനിയന്റെ പേരിൽ വാങ്ങിയിട്ടിട്ട് ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ബോർഡ് വെച്ചെന്നോ ഫിലോക്കാലിയ ഫൗണ്ടേഷന്റെ എംബ്ലം കൊണ്ടുവച്ചു. അല്ല ഇപ്പോഴും അവിടെ ഇല്ലേ? നിങ്ങൾ പറ. ജിജിയുടെ അപ്പൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ കയറി വരും. വരുമ്പോ കാലി കൈയോടെ വരും. കുറച്ചു നേരം ക്യാബിനെ ജിജിയോട് സംസാരിച്ച് ഇറങ്ങി പോകുമ്പോൾ ഒരു ചെറിയ കവർ കാണും, കുറച്ച് കാശ്. മാഷ് കണ്ടിട്ടുണ്ടോ? എന്താ ചിരിക്കുന്നത്? അല്ല കണ്ടതല്ലേ, എല്ലാവരും കാണുന്ന കാര്യം. എന്നിട്ട് പോയിട്ട് നേരെ ചാലക്കുടി KSFയിൽ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പേരിൽ ചിട്ടി ചേർന്ന് നോക്കിയിട്ടുണ്ട്. എത്ര ചിട്ടിയുണ്ട്? ഇതൊന്നും ഞാൻ പോയി തെളിവ് എടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, കുറെ ചിട്ടിയുണ്ട്. ഇതൊക്കെ ഇനി മാധ്യമത്തിന്റെ ധർമ്മമാണ് എന്നെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു പീച്ചാത്തി എടുത്ത് ഓടിങ് വന്ന് എന്റെ നെഞ്ചത്ത് കുത്താൻ, തന്നെ ഞാൻ കുത്തി കൊല്ലുവിടാന്ന് പറഞ്ഞു. ആഞ്ഞ് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ അങ്ങ് തെന്നി മാറിയതും എന്റെ കയ്യിൽ കത്തി കൊണ്ട് ഒരു വലിയ ആ പാടവിടെ ഇല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ സംഭവിച്ചത് കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം ഞാൻ ജിതിയോട് പറഞ്ഞു, നീയും കുടുംബക്കാരും ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശ് എടുത്താൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും, നമ്മളെല്ലാം തകർന്നു പോകും, എനിക്കത് പറ്റുന്നില്ലടാ. ഞാൻ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുകാരെ തമാശയിൽ കളിയാക്കിയതിന് വേണ്ടി സൊസൈറ്റിയിൽ നിന്ന് ഒത്തിരി തെറി കേട്ടവനാണ്.
അതേ ഞാൻ തന്നെ അവസാനം അങ്ങനത്തെ ഒരു ടെസ്റ്റ് നടത്തേണ്ടി വരുന്നതിന് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കംപ്ലൈൻറ്റ് നിനക്കെതിരെ ഞാൻ പറയും ഇൻകം ടാക്സിലെന്ന് പറഞ്ഞു. കാര്യം ഈ വർഷം അവർക്ക് 4 ലക്ഷം രൂപ എന്തോ ടാക്സ് കെട്ടണമെന്നെന്തോ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവള് വയലൻ്റായി, പേരൻസും വയലൻ്റായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ 2 കാറിൽ ഒരു 8 പേര് അവിടെ വന്നു. ഇവർ ഇരച്ചിങ് വന്നു ആ വീട്ടിലേക്ക്. ഞാൻ തന്നെ നിർത്തി, അത് ഗ്ലാസ് ആണ് ഡോറ്. ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല, അതിങ്ങനെ പതുക്കെ അടയുള്ളൂ, ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജിജി വാതിലിനോട്ട് ഒറ്റ ചവിട്ടി വെച്ച് ഞാൻ തെറിച്ചു വീണ്. ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴേക്കും ഇവള് നേരെ എന്നെ കഴുത്തെ പിടിച്ച് ഞെക്കിയപ്പോൾ സ്വാഭാവികമായും മരിച്ചു പോകുന്നുള്ള പേടിയിൽ ഞാൻ അവളുടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. അടിച്ചതും കുറേ കൊണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മരണപ്രാളത്തിലല്ല, അവളങ്ങ് വിട്ടു. ഞാൻ അടുത്ത ഡോറ് തുറന്ന് മേളിൽ പോയി, അത് അകത്തുനിന്ന് കുത്തിയിട്ടു. പക്ഷെ ഇവള് ആ ഡോറിന് ഇടിച്ച് അത് പൊട്ടിച്ചു. എന്നിട്ട് ഇവള് 1ാം നിലയിലേക്ക് ഓടി. ഞാൻ 1ാം നിലയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് കയറി ചെല്ലുമ്പോ മാഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ ബോക്സ് അടിച്ചു ഏതാണ്ടൊക്കെ ഇതിപ്പോ കേൾക്കുന്ന ന്യൂസ്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. മാഡം ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസും ഇട്ട് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ചയെടുക്കുന്ന കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസും ഇട്ട് വീണ്ടും ഇതിങ്ങനെ അടിച്ച് ഇതിനെ ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഓടി മാറി. കാരണം വെച്ചാൽ അവരാ വെപ്രാളവും ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഭയപ്പെട്ടു. ഓക്കെ, അപ്പം മാര്യു എന്നെ കുറേ ചാനലുകളിൽ ഇൻ്റർവ്യൂ കൊടുത്തത് ഞാൻ കണ്ടു. അതിലൊക്കെ പറയുന്നത് സെയിമാണ്, മനസ്സിലായോ? ചതിച്ച് നേടിയ സാധനം ഭാര്യയുടെയും വീട്ടുകാരുടെയും കയ്യിൽ തിരിച്ചു മേടിച്ചു. ചതിച്ചത് നാട്ടുകാരുടെ പൈസയാണ്. 1-2 രൂപയല്ല. മാധ്യമങ്ങൾ അന്വേഷിക്കുക, ഇവിടുത്തെ സിസ്റ്റം അന്വേഷിക്കുക. കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയാണ് വൈഫിൻ്റെ ഫാമിലി നടത്തിയിട്ടുള്ളത്. അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മാരിയോയുടെ മേത്തേക്ക് ഇവർ ബ്ലെയിം കൊണ്ടുവന്നിരുന്നത്. ഇതൊക്കെയാണ് മാരിയോയുടെ വേർഷൻസ്. ഓക്കെ, അത് ടേക്കപ്പ് ചെയ്യാൻ ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് പേര് ഇത് കൊടുക്കുന്നുണ്ട്. ജിജിയുടെ ഒരു വേർഷൻ ഇതുവരെയായിട്ട് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ ദേവസ്വകുട്ടിയുടെ വീട്ടിൽ പോയി തല്ലുണ്ടാക്കിയതിൻ്റെ അവരുടെ വേർഷൻ, ജിജിയുടെ വേർഷൻ നമ്മൾ കണ്ടു. അതിനുശേഷം ഇയാൾ മാരിയോ തലയടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ വീഡിയോ നമ്മൾ കണ്ടു. അതിനുശേഷം മകളും ഭാര്യയും കൂടിയും അച്ഛനെ കൺവിൻസ് ചെയ്ത് അജ്മലിനെ മാറ്റാൻ പറയുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടു. എല്ലാം അവരുടെ വേർഷൻസ് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനത്തെ ഡിജിറ്റൽ സാധനങ്ങളായിട്ട്. അവർ ഫിസിക്കലി വന്നിരുന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ഇപ്പോൾ മാരിയോ പോലെ നറേറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഇല്ല. പക്ഷേ മാരിയോ പറയുന്ന അലിഗേഷൻസ് ഭയങ്കര വലുതാണ്. സ്വന്തം ഭാര്യയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ധൂർത്താണ്, നാട്ടുകാരുടെ പൈസ എടുത്ത് വിഴുങ്ങലാണ്, ചെറിയ കാര്യമല്ല. ഇതൊന്ന് നാട്ടുകാരെ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നറിയും. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പല കുഞ്ഞാടുകളും ഇതുപോലെ വരും. നമ്മളെ കുടുംബം നന്നാക്കാൻ നടക്കുന്ന ഈ നാറികളുടെ കുടുംബത്തിലെ പ്രശ്നം ഭയങ്കര ഭീകരമാണ്. അവർ നമ്മളത് അറിയിക്കില്ല. എന്നാൽ നമ്മുടെ മുന്നിൽ കൈ നീട്ടിയായിരുന്നു വേറൊരാൾക്ക് സഹായം ചെയ്യണമെന്ന് ഒരു ചാരിറ്റി പറയാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദിവസം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിലൊരു വിഹിതം ഇവരുടെ കണ്ണീരും കരച്ചിലുമായിട്ട് കണ്ടിട്ട് നമ്മൾ കൊടുക്കും. ലാസ്റ്റ് ഐറ്റങ്ങളൊക്കെ നക്കിയിട്ട് പോകും. എന്തൊരവസ്ഥയിലെ കൊള്ളാൻ എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ചാരിറ്റി മുഖങ്ങളൊക്കെ ഞാൻ അഴിഞ്ഞു വീഴുന്നത് നല്ലതാണ്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഭാര്യൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കില്ല. അപ്പോൾ പലരും ഭർത്താവിൻ്റെ ഭാഗത്തേക്ക് ചാടി ഭാര്യ വില്ലത്തിയായി. ഇതിനു മുമ്പ് ഭർത്താവ് വില്ലനായിരുന്നു, ഭാര്യയുടെ ഭാഗത്ത് നിന്ന് കുറേ പേര്. ഞാൻ പറയുന്നത് രണ്ടും ഉടായിപ്പാ, ഭാര്യയും ഭർത്താവും ഉടായിപ്പാ. ഇതൊരു നാടകമാണെങ്കിലോ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് ശേഷം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും കുറ്റപ്പെടുത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായത് വയനാട് വീഡിയോ വെച്ച് കൊടുത്തിട്ടുണ്ട്, പലരും ചെയ്യാത്തവർ ചെയ്തിട്ടുണ്ടാവും. കോടിക്കണക്കിന് രൂപ വരുന്ന സമയത്ത് കുറച്ച് ചിലവാക്കും, കുറേ അവർ നക്കും, കുറച്ച് ചിലവാക്കും, കുറേ നക്കും. ഈ കുറച്ച് ചിലവാക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നാൻ കാരണം എന്താ? വേറെ ആൾ ചെയ്യുന്നില്ല, അപ്പോൾ ഇവരെങ്കിലും ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ടാ കുറച്ചെങ്കിലും ചിലവാക്കിയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും കാണുന്നവർ. പക്ഷേ ഈ വരുന്ന പൈസ നിങ്ങൾ ആലോചിച്ചു, ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പിൻ്റെ ഒരു ഗ്രാവിറ്റി എത്രത്തോളം. ഞാൻ പറഞ്ഞില്ല, രണ്ടും ഉടായ്പാണ് എനിക്ക് തോന്നുന്നത്, രണ്ടും ഉടായ്പാണ്. ഇവർ ഇത്രയും വർഷമായിട്ട് ഒപ്പം ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഇപ്പം മാരിയുടെ വായന തന്നെ IT ഇൻകം ടാക്സിൻ്റെ ഒക്കെ റെയ്ഡിൻ്റെ കാര്യമൊക്കെ വന്നിട്ടുണ്ട്, ED റെയ്ഡിൻ്റെ കാര്യമൊക്കെ വന്ന സാഹചര്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലൊരു അടിയും അന്വേഷണം നീണ്ടുപോകാൻ ഭാര്യേൻ്റെ മേത്തേക്കും ഭർത്താവിൻ്റെ മേത്തേക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുത്ത് കമ്പനിയും സ്പ്ലിറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറെ സോഷ്യൽ മീഡിയ ഓഡിറ്റിൻ്റെ മുകളിൽ മാത്രം നിന്ന് പോകുന്നൊരു അവസ്ഥയായിട്ട് നിൽക്കും. ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന തട്ടിപ്പൊന്നും പുറത്തു വരാത്തൊരവസ്ഥയാണെങ്കിലോ അതിന് ഉടപിടിക്കാൻ കുറേ ചാനലുകൾ ഇറങ്ങി തിരിച്ചോ, അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന പരിപാടിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചാരിറ്റിയുടെ പേരിൽ എത്ര ഫണ്ട് വരും നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടാകും? പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ ഫണ്ട് കൊണ്ടുവരാം. മാരി ഇത്ര നന്മയിൽ പൊതിഞ്ഞ മകനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യ ആദ്യം ചെയ്യുന്ന ഉടായ്പ തന്നെ പൊക്കിയിട്ട് എന്ത് ചെയ്യണം?
അങ്ങനെ ജനങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കിന് മുന്നിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയിട്ടോ പോകണം. മനസ്സിലായില്ലേ? ഇതിനിടയിൽ മാരിയെ കുത്തിക്കൊല്ലാൻ ജിജി ശ്രമിച്ചു, കത്തിയെടുത്ത് കുത്തിയതിൻ്റെ പാടൊക്കെ മാരിയോ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പോലും സഹിച്ച് മക്കൾക്ക് വേണ്ടി കുഞ്ഞാട് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ള വേർഷനൊക്കെയാണ് മാരിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്താണെങ്കിലും ആകെ മൊത്തം രണ്ടിനും ഉടായ്പ ഉണക്കുന്നുണ്ട്. ഇതിനിടയിൽ കുട്ടികൾ വിട്ടുപോയോ അല്ലെങ്കിൽ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് അമ്മേൻ്റെ ഒപ്പം അച്ഛൻ്റെ ഒപ്പം നിർത്തിയോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ചാരിറ്റി നന്മമരങ്ങൾ, ഓൺലൈൻ ചാരിറ്റി നന്മമരങ്ങൾ 100ൽ 99.9% ഇതേപോലെ കീടാണുക്കളാണ്. 1% നല്ലത് ചെയ്യുന്നവരുണ്ടാവൂലേ. അല്ലാത്തവന്മാരുടെയൊക്കെ അവസ്ഥ ഇതാണ്. വെൻ മണി കംസ് ആളുകൾ മാറും, പേഴ്സണാലിറ്റീസ് മാറും, അങ്ങനെയാണത്. അതുകൊണ്ട് ഓൺലൈനിൽ ചാരിറ്റി കാണുമ്പോൾ എടുത്ത് പൈസ കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് പറയുന്നത്. നിങ്ങൾ പൈസ കൊടുക്കുന്നത് ഇവരെ തീറ്റിപ്പോറ്റാനും ഇവരുടെ ഈ ഒരു ലക്ഷറി ലൈഫിനും വേണ്ടിയിട്ടാവരുത് ഒരിക്കലും. ഓക്കെ.